ഇപ്പോൾ നമ്മൾ 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ AC പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് നടത്തിയ ട്രേഡ്സ്മാൻ്റെയും JIയുടെയും എല്ലാം സെയിം സിലബസ് വെച്ചിട്ടുള്ള ഒരു എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് രണ്ടാമത്തെ ഭാഗമാണ്. ഇതിൽ 46ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ജസ്റ്റ് എന്തായാലും ഇതൊന്ന് നോക്കി പോവാം. ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ളതിനെക്കാട്ടിലും സെയിം സിലബസ് വെച്ചിട്ട് എല്ലാ സിലബസ് ടോപ്പിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുന്നുണ്ട്. ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ എബോവ് മോഡറേറ്റ് ലെവൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ 46ാമത്തെ ചോദ്യം, ഇൻ എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ദി കണ്ടീഷൻ ഓഫ് റെഫ്രിജറന്റ് ബിഫോർ എൻറ്ററിങ് ദി ഡാഷ്. എൻറ്ററിങ് ദി ക്വസ്റ്റ്യനിൽ കുറച്ച് മിസ്സിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് ആൻസർ ആയി കൊടുത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഒന്നും കൂടി എഴുതി ചേർക്കാം. സൂപ്പർ ഹീറ്റഡ് വേപ്പർ. അപ്പോൾ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ദി കണ്ടീഷൻ ഓഫ് റെഫ്രിജറന്റ് ബിഫോർ എൻറ്ററിങ് ദി സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആയിട്ട് എവിടേക്കാണ് എൻ്റർ ചെയ്യുക? നമുക്കറിയാലേ, കംപ്രസറിലേക്കല്ലേ. അപ്പോൾ ബിഫോർ എൻറ്ററിങ് ദി കംപ്രസർ ഒന്ന് ഇവിടെ നിന്ന് എഴുതി ചേർത്ത് നോക്കൂ. ഇനി ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഇൻ എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ദി കണ്ടീഷൻ ഓഫ് റെഫ്രിജറന്റ് ബിഫോർ എൻറ്ററിങ് ദി കംപ്രസർ. കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് കംപ്രസറിന്റെ ഇൻടേക്കിലേക്ക് പോകുമ്പോൾ ഉള്ള റെഫ്രിജറന്റിന്റെ അവസ്ഥ എന്താണ്? നമുക്കറിയാലേ, ഇവാപ്പറേറ്ററിനാണ് വരുന്നത്. ഇവാപ്പറേറ്ററിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഹീറ്റ് ഏറ്റെടുത്തിട്ട് ഇയാൾ എന്തായി മാറും? സൂപ്പർ ഹീറ്റഡ് വേപ്പറായിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഇവിടെ മിസ്സായ വേർഡ് കംപ്രസർ എന്നാട്ടോ. അപ്പോൾ 47ാമത്തെ ചോദ്യം, ഡയൽ തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഡയൽ തെർമോമീറ്റർ എന്നുള്ള ഡിവൈസ് എന്ത് അളക്കാൻ വേണ്ടിയിട്ട്, ഏത് ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സെൻസിബിൾ ഹീറ്റ് ആണോ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണോ, വേപ്പർ പ്രഷർ ആണോ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണോ? ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയൽ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് വേപ്പർ പ്രഷർ അളക്കാൻ വേണ്ടിയിട്ടാണ്. വേപ്പർ പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡയൽ തെർമോമീറ്റർ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആക്കി മനസ്സിലാക്കി വെക്കുക. ഡയൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ അളക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. ഇനി 48ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടി ഈസ് ഡിസൈറബിൾ ഫോർ ആൻ ഐഡിയൽ റെഫ്രിജറന്റ്. ഒരു ഐഡിയൽ റെഫ്രിജറന്റിന് ഡിസൈറബിൾ ആയിട്ടുള്ള വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ ശരിയുള്ളതാട്ടോ. ഇതിൽ ശരിയുള്ളത് ഏതൊക്കെയാണ്? ഹൈ ഫ്രീസിംഗ് പോയിന്റ് ആണോ, ലോ വിസ്കോസിറ്റി ആണോ, എക്സ്പ്ലോസീവ് ആവാൻ പറ്റുമോ, ഹൈ ബോയിലിംഗ് പോയിന്റ് പറ്റുമോ? നമുക്ക് ഹൈ ബോയിലിംഗ് പോയിന്റ് പാടില്ല, ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ആവാൻ പാടില്ല അല്ലേ, എക്സ്പ്ലോസീവ് ആവാൻ പാടില്ല. പിന്നെ ഹൈ ഫ്രീസിംഗ് പോയിന്റും പാടില്ല, ലോ വിസ്കോസിറ്റി ആണ്. അപ്പോൾ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ 49, ദി ഡിറ്റക്ഷൻ ഓഫ് ലീക്കേജ് ഇൻ എ റെഫ്രിജറേഷൻ സിസ്റ്റം യൂസിങ് ഫിറോൺ ആസ് റെഫ്രിജറന്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ. നമ്മൾ ഫിറോൺ ഗ്രൂപ്പ് ഓഫ് റെഫ്രിജറന്റ് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ലീക്കേജ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ലീക്കേജ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക? ഡിറ്റക്ഷൻ ഓഫ് ലീക്കേജ് എങ്ങനെയാണ് ഫിറോൺ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് നമ്മൾ ചെയ്യുക? ഹാലൈഡ് ടോർച്ച് ഉപയോഗിച്ചിട്ടാണോ, സോപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ടാണോ, അസറ്റിലിൻ ടോർച്ച് ഉപയോഗിച്ചിട്ടാണോ, സൾഫർ സ്റ്റിക്ക് ആണോ? അസറ്റിലിൻ ടോർച്ച് നമ്മൾ ഉപയോഗിക്കത്തില്ല അല്ലെ. ബാക്കി എല്ലാം ലീക്ക് ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ്. ഇതിൽ ഫിറോൺ ഗ്രൂപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഏതാ? ഹാലൈഡ് ടോർച്ച് ആണ് കേട്ടോ. 50ാമത്തെ ചോദ്യം, ഫിറോൺ 12 ബിലോങ്സ് ടു ദി റെഫ്രിജറന്റ് കാറ്റഗറി. F12 അല്ലെങ്കിൽ R12 ഏത് റെഫ്രിജറന്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുക? കീറ്റോൺ ഫാമിലി ആണോ, മീഥൈൻ ഫാമിലി ആണോ, ആൽക്കൈൻ ആണോ, ആൽഡിഹൈഡ് ആണോ? നമുക്കറിയാം അല്ലെ, മീഥൈൻ ഫാമിലിയാണ് ഫിറോൺ 12 എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ 51, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സെക്കൻഡറി റെഫ്രിജറന്റ്. ഈ തന്നിരിക്കുന്ന റെഫ്രിജറന്റിൽ സെക്കൻഡറി റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ഏതാണ്? HCl ആണോ, HFC ആണോ, HCFC ആണോ, H2 ആണോ? HCl അല്ല അല്ലെ, നമുക്കറിയാം വാട്ടർ ഒരു സെക്കൻഡറി റെഫ്രിജറന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 52, which of the following refrigerants is not derived from chlorofluorocarbons. CFCയിൽ നിന്നും ഡിറൈവ് ചെയ്യാത്ത റെഫ്രിജറന്റ് ഏതാണെന്ന്? R11, R115, R12, R744. അപ്പൊ നമുക്ക് ലാസ്റ്റ് അറിയാലേ, ലാസ്റ്റ് എന്താ? ഇത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമുല അല്ലേ. അപ്പോൾ അത് ഒരു ക്ലോറോഫ്ലൂറോ കാർബൺ അല്ല നമുക്കറിയാം. അപ്പോൾ അതൊരു ഇനോർഗാനിക് ആണ് നമുക്കറിയാം. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 53, COP സ്റ്റാൻഡ് ഫോർ, സിമ്പിൾ ചോദ്യം എന്താ? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഇനി കപ്പാസിറ്റി ഓഫ് പെർഫോമൻസ് അല്ല കേട്ടോ,
കൂളിംഗ് ഫോർ പെർഫോമൻസ് അല്ല, കോഫിഷ്യന്റ് ഓഫ് പ്ലാന്റ് അല്ല. 54 ദി പ്രോസസ് വിച്ച് ചേഞ്ചസ് ദി റെഫ്രിജറേഷൻ സിസ്റ്റം ഫ്രം R12 ടു R401A. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പഴയൊരു റെഫ്രിജറേറ്ററിനെ അല്ലെങ്കിൽ ഫ്രിഡ്ജിനെ പുതിയ റെഫ്രിജറേറ്ററിലേക്ക് മാറ്റുന്നതിന് പേരെന്താണെന്ന്? റീഫില്ലിംഗ് ആണോ, റിട്രോഫിറ്റിംഗ് ആണോ, റീസൈക്ലിംഗ് ആണോ, റീക്ലെയിമിംഗ് ആണോ? നമുക്കറിയാം, റിട്രോഫിറ്റിംഗ് എന്നാണ് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര്. പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു റെഫ്രിജറേറ്ററിൽ നിന്ന് അത് സ്റ്റെപ്പിൽ നിന്ന് കംപ്രസർ അങ്ങനത്തെ 2-3 കമ്പോണന്റ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിട്രോഫിറ്റ് ചെയ്തിട്ട് പുതിയൊരു റെഫ്രിജറേറ്റർ അതിൽ ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ 55. വാട്ട് ഈസ് ദി ടിപ്പിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ സിംഗിൾ ഡോർ റെഫ്രിജറേഷൻ ഫ്രീസർ? സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഫ്രീസറിലെ താപനില ഏകദേശം എത്ര ആയിരിക്കും? അപ് ടു -80°C വരെ നമുക്ക് എന്ത് ചെയ്യും? ഡൊമസ്റ്റിക് ഫ്രീസറിലെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഫ്രീസറിൽ നമുക്ക് അവൈലബിൾ ആണ്. ചിലയിടത്ത് -15°C കണ്ടിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ 56. ദി മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഇൻ എ മാനുവൽ ഡീഫ്രോസ്റ്റിംഗ് മെത്തേഡ്. നമ്മൾ കണ്ടു തന്നെ അല്ലേ, എന്താണ്? ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ടേക്ക് ടു മച്ച് ടൈം അല്ലേ, ടേക്ക് ടു മച്ച് ടൈം ആണ് ആൻസർ. ഇനി 57. ദി ക്ലീനിങ് പ്രോസസ് ഓഫ് എ റെഫ്രിജറേഷൻ സൈക്കിൾ ഇൻവോൾവ്സ് ക്ലീനിങ് ദി. നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിളിലെ ക്ലീനിങ് പ്രോസസ്സ് ഏതൊക്കെ ക്ലീൻ ചെയ്യുന്ന, അതായത് എന്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനിങ് സൈക്കിൾ അല്ലെങ്കിൽ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാം? സമ്പ് ഓയിലാണോ? സമ്പ് ഓയിൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. റെഫ്രിജറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. നോൺ കണ്ടൻസബിൾ ഗ്യാസസ് അതുമല്ല, എന്താ ഡെപ്പോസിറ്റ് സോളിഡ് ആൻഡ് ഓയിൽസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ക്ലീനിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യാം. 58. വാട്ടർ കൂളർ ടാങ്ക് ഈസ് മേഡപ്പ് ഓഫ്. നമ്മുടെ വാട്ടർ കൂളർ ടാങ്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക? ബ്രാസ് ആണോ, അലുമിനിയം ആണോ, കോപ്പർ ആണോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ? കോപ്പർ ഒന്നല്ല അല്ലേ, നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അലുമിനിയം തന്നെ എക്സ്പെൻസീവ് ആവും. ബ്രാസും അല്ല. അപ്പം എന്താ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമുക്ക് നല്ല ഒരു ചോയ്സ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വാട്ടർ കൂളർ ടാങ്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി 59. സെൻസിങ് എലമെന്റ് ഇൻ എ തെർമോസ്റ്റാറ്റ് ഓഫ് എ ബോട്ടിൽ കൂളർ. ബോട്ടിൽ കൂളറിലെ തെർമോസ്റ്റാറ്റിലെ സെൻസിങ് എലമെന്റ് ആയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? അഡ്ജസ്റ്റബിൾ സ്ക്രൂ ആണോ, ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ആണോ? അല്ല അല്ലെ. ബെല്ലോസ് ആണോ, തെർമൽ ബൾബ് ആണോ? തെർമൽ ബൾബാണ് നമ്മൾ ബോട്ടിൽ കൂളറിലെ തെർമോസ്റ്റാറ്റിൽ സെൻസിങ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുക. 60ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻഡ് ഇൻസുലേഷൻ മെറ്റീരിയൽ ഇൻ ഡീപ് ഫ്രീസേഴ്സ്? ഡീപ് ഫ്രീസേഴ്സിൽ നമ്മൾ ഏത് മെറ്റീരിയലാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഇൻസുലേറ്റർ ആയിട്ടും ഉപയോഗിക്കുക? ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ തെർമോകോളാണെന്ന് നമുക്ക് പെട്ടെന്ന് കേൾക്കും, പക്ഷെ തെർമോകോൾ അല്ല ആ മെറ്റീരിയലിന്റെ പേര്. ആ മെറ്റീരിയലിന്റെ പേര് ഗ്ലാസ് വൂൾ അല്ല, കോർക്ക് അല്ല, അതിന്റെ പേര് PUF എന്നാണ്. പോളി യുറത്തൈൻ ഫോം എന്നാണ്. സെൽഫ് എക്സ്പാൻഡബിൾ ഫോം ആണ്. 61ാമത്തെ ചോദ്യം. വിച്ച് റെഫ്രിജറന്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഐസ് പ്ലാന്റ്? ഐസ് പ്ലാന്റിൽ ഒരുപാട് ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. നൈട്രസ് ഓക്സൈഡ് ആണോ, അമോണിയ ആണോ, അറ്റ്മോസ്ഫിയറിക് എയർ ആണോ? നൺ ഓഫ് ദീസ് ആണ്. നമുക്കറിയാലേ, അമോണിയാണ് ഐസ് പ്ലാന്റിൽ ഉപയോഗിക്കുക. ഇനി 62. എയർ കണ്ടീഷനിങ് ഇൻവോൾവ്സ്. എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അത് എന്താണ് ഇൻവോൾവ്? അതിൽ എന്താണ് കണ്ടീഷൻ ചെയ്യുക? എന്തിനൊക്കെയാണ് കൺട്രോൾ ചെയ്യുക? കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി, അത് ശരിയാണ്. ഹ്യൂമിഡിറ്റി നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂമിഡിഫിക്കേഷൻ ചിലപ്പം ചെയ്യും, ചിലപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യും. കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യുക. കൺട്രോൾ ഓഫ് എയർ മോഷൻ ആൻഡ് എയർ പ്യൂരിറ്റി അല്ലെ. നമ്മൾ ഫാൻ സ്പീഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. അത്യാവശ്യം എയർ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് കിട്ടും. പിന്നെ എയറിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അപ്പോൾ എയർ പ്യൂരിറ്റി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നടക്കുന്നുണ്ട്. ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. അപ്പോൾ 3. തെർമോഡൈനാമിക് ലോ വിച്ച് റെപ്രസെന്റ് ദി കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് ഏതാണ്? 0th ലോ ആണ് നമ്മൾ നോക്കുന്നത്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. 64ാമത്തെ ചോദ്യം. വിച്ച് കമ്പോണന്റ് അബ്സോർബ് ഹീറ്റ് ഇൻ പാക്കേജ് AC? പാക്കേജ് ACയിൽ ഏത് കമ്പോണന്റ് ആണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക? ഏത് AC ആണെങ്കിലും ഇവാപ്പറേറ്റർ ആണ് നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക അല്ലെ. ഇവിടെ പാക്കേജ് AC എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മളെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഓപ്ഷൻ കണ്ടോ? ബ്ലോവർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ. ഓപ്ഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ബ്ലാങ്ക് ആയി പോകും. അതിനാണ് ഇവർ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ ഇങ്ങനത്തെ സാധനം വന്നുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡൗട്ടായി തോന്നും. 65. ഡീപ്പ് ഫ്രീസർ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ. നമ്മൾ ഡീപ്പ് ഫ്രീസർ ആ പേരിലുണ്ടല്ലേ, ഡീപ്പ് ഫ്രീസർ എന്തിനു വേണ്ടി? കൂളിംഗ് ബോട്ടിലിന് വേണ്ടി നമ്മൾ ഡീപ്പ് ഫ്രീസർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോറിംഗ് ഓഫ് വെജിറ്റബിൾ നമ്മൾ ഉപയോഗിക്കേണ്ട. സ്റ്റോറിംഗ് ഓഫ് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും, ഡീപ്പ് ഫ്രീസേഴ്സ് ഉപയോഗിക്കും. 66. ദി ടൈപ്പ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിൾ എംപ്ലോയ്ഡ് ഇൻ റൂം AC. റൂം ACയിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സൈക്കിൾ ഏതാണെന്ന? ഐസ് ആണോ,
ഐസ് റെഫ്രിജറേഷൻ നമ്മൾ റൂമിൽ ഉപയോഗിക്കത്തില്ല. വേപ്പർ അബ്സോർപ്ഷൻ നമ്മൾ ഉപയോഗിക്കത്തില്ല. നമുക്കറിയാം അല്ലേ, സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുക വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ ആണ് നമ്മൾ സ്പ്ലിറ്റ് എ സിയിലും സാധാ കോമൺ ചെറിയ എ സിയിലും വിൻഡോ എ സിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ദി ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ടെമ്പറേച്ചർ ഇൻ വിൻഡോ എ സി. വിൻഡോ എ സിയിൽ ഏത് ഡിവൈസ് ആണ് നമ്മൾ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ദി ടെമ്പറേച്ചർ എന്നാട്ടോ. ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താ? കാപ്പില്ലറി ട്യൂബ് ആണോ? അല്ല അല്ലെ, സെലക്ടർ സ്വിച്ച് അല്ല. റിലേ ആണോ? തെർമോസ്റ്റാറ്റ് ആണോ? നമുക്കറിയാം തെർമോസ്റ്റാറ്റ് ആണ് എന്തെന്ന് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ 68, ഇൻ പാക്കേജ് എ സി ദി പ്രിവെന്റീവ് മെഷർ ഫോർ സ്കെയിൽ ഫോർമേഷൻ ഇൻ വാട്ടർ കൂൾഡ് കണ്ടൻസർ. നമ്മുടെ പാക്കേജ് എ സിയിൽ നമ്മളെ വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ സ്കെയിൽ ഫോം ചെയ്യാല് തടയാൻ വേണ്ടിയിട്ടില്ല ഒരു പ്രിവെന്റ്, ഒരു മുൻകരുതലായിട്ട് നമ്മൾ എന്താണ് കാണുക? മുൻകരുതലായിട്ട് നമ്മൾ എന്താണ് എടുക്കുക? ഇൻക്രീസ് വാട്ടർ പ്രഷർ കൂട്ടുമോ? നമ്മളിങ്ങനെ കൂട്ടി വെക്കുമോ? ഇംപ്രൂവ് വാട്ടർ ക്വാളിറ്റി കൂട്ടി വെക്കുകയാണ് ചെയ്യുക. അതോ ഫ്ലോ മീറ്റർ വെച്ചുകൊണ്ട് വലിയ ഗുണമുണ്ടോ? അതില്ല അല്ലെ. മിനിമൈസ് വാട്ടർ ഫ്ലോ, അതും ഇല്ല അല്ലെ. അപ്പൊ എന്താ? ഓപ്ഷൻസ് ബി ആണ്, ഇംപ്രൂവ് വാട്ടർ ക്വാളിറ്റി. വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ഫോർമേഷൻ ഒക്കെ ഒരു പരിധി വരെ കുറക്കാം. അതൊരു പ്രിവെന്റീവ് മെഷർ ആണ്. ക്വസ്റ്റ്യൻ 69, ദി കമ്പോണന്റ് ദാറ്റ് ബിലോങ്സ് ടു ഔട്ട്ഡോർ യൂണിറ്റ് ഓഫ് സ്പ്ലിറ്റ് എ സി. സ്പ്ലിറ്റ് എ സിയിൽ ഇൻഡോർ യൂണിറ്റ് ഉണ്ട്, ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്. ഈ ഔട്ട്ഡോർ യൂണിറ്റ് ഓഫ് സ്പ്ലിറ്റ് എ സിയിൽ ഉൾക്കൊള്ളുന്ന ഭാഗം ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ബ്ലോവർ ആണോ, എയർ ഫിൽറ്റർ ആണോ, കംപ്രസർ ആണോ, ഇവാപ്പറേറ്റർ കോയിൽ ആണോ? ഇവാപ്പറേറ്റർ കോയിൽ അല്ല അല്ലെ. ഇവാപ്പറേറ്റർ കോയിലും അല്ല, ബ്ലോവറും അല്ല. പിന്നെ കൺഫ്യൂഷൻ വരുന്നത് എയർ ഫിൽറ്ററും കംപ്രസറും. നമുക്ക് എന്ത് ചെയ്യാം? കംപ്രസറിനെ നമുക്ക് പുറത്തല്ലേ നമ്മൾ വെച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ കംപ്രസറാണ് ആൻസർ. ക്വസ്റ്റ്യൻ 70, വിച്ച് ഈസ് ദി ഫസ്റ്റ് പ്രോസസ് ഇൻ ഷിഫ്റ്റിംഗ് ദി സ്പ്ലിറ്റ് എ സി ഫ്രം വൺ ഫേസ് ടു അനദർ. നമ്മൾ ഒരു പഴയ വീട് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള എ സി കൂടി മാറ്റാൻ തീരുമാനം എടുത്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്, ആ ജോബ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പമ്പ് ഡൗൺ. അതിലുള്ള റെഫ്രിജറന്റിനെ എല്ലാം നമ്മൾ സേഫ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കും പമ്പ് ഡൗൺ ഓപ്പറേഷൻ വിളിക്കും. 71, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഡക്റ്റ് ഇൻ സ്പ്ലിറ്റ് എ സി. സ്പ്ലിറ്റ് എ സിയിൽ നമ്മൾ ഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഏത് മെറ്റീരിയൽ? വുഡ് കൊണ്ട് നമ്മൾ ഡക്റ്റ് ഉണ്ടാക്കത്തില്ല. ഫൈബർ, തെർമോകോൾ. തെർമോകോൾ നമ്മൾ ഡക്റ്റ് ഉണ്ടാക്കത്തില്ല. ഇത് രണ്ടും നമുക്ക് ഡൗട്ട് ആയി തോന്നും. GI ഷീറ്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 72, ഹൗ ദി കപ്പാസിറ്റി ഓഫ് റെഫ്രിജറേറ്റർ എക്സ്പ്രസ്ഡ്. റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി ആട്ടോ. അപ്പൊ നമ്മൾ ടണ്ണേജ് അല്ല, വെയിറ്റേജ് അല്ല, നമ്മൾ വാട്ടേജും അല്ല. വാട്ടേജ് ഒക്കെ നമുക്ക് ഡൗട്ട് ആയി തോന്നും. നമ്മൾ ലിറ്റേഴ്സ് ആണ്. ഫ്രിഡ്ജിൽ നമ്മൾ ഇത്ര ലിറ്റർ, 250 ലിറ്റർ എന്നൊക്കെ നമ്മൾ അളക്കാട്ടോ. 73, ദി ടൈപ്പ് ഓഫ് സ്പ്ലിറ്റ് എ സി ഇൻ വിച്ച് ഇൻഡോർ യൂണിറ്റ് ഈസ് മൗണ്ടഡ് ഓൺ സീലിംഗ്. നമ്മൾ സീലിംഗിൽ ഇൻഡോർ യൂണിറ്റ് മൗണ്ട് ചെയ്തിട്ടുള്ള സ്പ്ലിറ്റ് എ സി നമ്മൾ എന്ത് വിളിക്കുന്നു ചോദിക്കാം? അതിനെ കാസറ്റ് എ സി എന്ന് വിളിക്കും കേട്ടോ. 74, ദി ഡിഫോസ്റ്റ് തെർമോസ്റ്റാറ്റ് മെഷേഴ്സ് ദി ടെമ്പറേച്ചർ ഓഫ്. നമ്മുടെ ഡിഫോസ്റ്റ് തെർമോസ്റ്റാറ്റ് ഏതിന്റെ ടെമ്പറേച്ചർ ആണ് അളന്നുകൊണ്ടിരിക്കുക? ഡിഫോസ്റ്റ് ഹീറ്ററിന്റെ ആണോ? അല്ല അല്ലെ. ടെമ്പറേച്ചർ ഓഫ് റെഫ്രിജറന്റ് എക്സിറ്റ് ഓഫ് ദി കാപ്പില്ലറി ട്യൂബ് ആണോ? അതോ ടെമ്പറേച്ചർ ഓഫ് റെഫ്രിജറന്റ് എക്സിറ്റ് ഓഫ് കംപ്രസർ ആണോ? അത് ഇവാപ്പറേറ്റർ ആണോ? നമ്മൾ ഇവാപ്പറേറ്ററിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഡിഫോസ്റ്റ് ഹീറ്റർ ഇങ്ങനെ തെർമോസ്റ്റാറ്റ് ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഡിഫോസ്റ്റ് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്യും? അത് കട്ട് ഔട്ട് ആവും. 75, ദി pH ഓഫ് ബ്രൈൻ വാട്ടർ യൂസ്ഡ് ഇൻ ഐസ് കാൻഡി പ്ലാന്റ് നീഡ് ടു ബി മെയിൻറ്റൈൻഡ് ബിറ്റ്വീൻ. നമ്മുടെ ഐസ് കാൻഡി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ബ്രൈൻ വാട്ടറിന്റെ pH നമ്മൾ ഏതിലാണ് മെയിൻറ്റെയിൻ ചെയ്യാം? 4:5 ആണോ, 5:6 ആണോ, 6:7 ആണോ, 7:8 ആണോ? നമുക്ക് ഈ 6:7 ഒരു ഡൗട്ട് ഒക്കെ തോന്നൂലേ? പക്ഷെ 7:8 ആണ്. കാരണം അത് ബ്രൈൻ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ pH എന്താണ്? 7 to 8. D ആണ് ആൻസർ. 76, ദി റെഫ്രിജറന്റ് എംപ്ലോയിഡ് ഇൻ ഐസ് പ്ലാന്റ് വർക്കിംഗ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ദി റെഫ്രിജറന്റ് എംപ്ലോയിഡ് ഇൻ ഐസ് പ്ലാന്റ് വർക്കിംഗ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. നമ്മൾ ഐസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണെന്ന് നമുക്ക് R717 കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് കുത്തി കൊടുക്കും. പക്ഷെ ചെറിയ പ്ലാനിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? R22 കൂടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് C, R22 ആൻഡ് R717 നമ്മൾ എന്ത് ചെയ്യും? ഐസ് പ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കും, റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കും. ഏതിലെ? VCR സിസ്റ്റത്തില്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും? R22 അതുപോലെ തന്നെ R717 ഉപയോഗിക്കും. ക്വസ്റ്റ്യൻ 77, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ യൂസിംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ റിട്രോഫിറ്റിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഐസ് പ്ലാന്റ് ഫ്രം R22 ടു എ മോർ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി റെഫ്രിജറന്റ്. നമ്മൾ റിട്രോഫിറ്റിംഗ് പറഞ്ഞ എന്താ പ്രോസസ് എന്താണെന്ന് വിളിച്ചു അല്ലേ? പണ്ടത്തെ ഒരു സിസ്റ്റത്തിനെ പുതിയ റെഫ്രിജറന്റിലേക്ക് മാറ്റുന്നതിനെ റിട്രോഫിറ്റിംഗ് എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ദി GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദി ന്യൂ റെഫ്രിജറന്റ് മസ്റ്റ് ബി സിമിലർ ടു ദാറ്റ് ഓഫ് R22. സിമിലർ ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. സിമിലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റിട്രോഫിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ദി സ്റ്റേറ്റ്മെന്റ് നമ്പർ 2,
The compatibility of the new refrigerant with existing lubricant need not to be verified. നമ്മൾ വെരിഫൈ ചെയ്യണം അല്ലേ? നമ്മളെ ലൂബ്രിക്കൻറ്റിനോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കംപ്രസർ മാറണം വലിയൊരു വർക്കായി മാറും. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ക്വസ്റ്റ്യൻ 78. The usual operating temperature range of low temperature walk-in freezer for holding frozen food. നമ്മൾ വാക്കിംഗ് ഫ്രീസറിലെ ആ ഫ്രോസൺ ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ റേഞ്ച് ഏതാണെന്ന് ചോദിക്കുന്നത്. വാക്കിംഗ് ഫ്രീസർ ആട്ടോ. -15 to 40 ആണോ, -40 ആണോ, അതോ -5 to -15 ആണോ, 0 to ഇത് 0 നമ്മൾ ഉപയോഗിക്കത്തില്ല, ആംബിയന്റ് ടെമ്പറേച്ചർ ഉപയോഗിക്കത്തില്ല. ലാസ്റ്റ് രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്ത് കളയാം. ഓപ്ഷൻ എയോ ബിയോ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. -15 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ എന്ത് ഉപയോഗിക്കും? വാക്കിംഗ് ഫ്രീസറിൽ ടെമ്പറേച്ചർ ഉപയോഗിക്കും. 79. The cause of high suction pressure and high discharge pressure noticed in a refrigeration system of a cold storage plant can. The cause of high suction pressure, നല്ലോണം suction pressure ഉണ്ട്, അതുപോലെ തന്നെ high discharge pressure noticed in refrigeration system of a cold storage plant. നല്ലോണം high suction pressure ഉണ്ട്, അതുപോലെ തന്നെ നല്ലോണം discharge pressure ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം poor condenser efficiency ആണോ? കണ്ടൻസർ എഫിഷ്യൻസി poor ആയത് കാരണം നമ്മൾ സക്ഷനിലും ഡിസ്ചാർജിലും ഹൈ പ്രഷർ ഉണ്ടാവുമോ? സിസ്റ്റം ഓവർലോഡ്, സിസ്റ്റം റെഫ്രിജറന്റുമായിട്ട് ഓവർലോഡ് ചെയ്താൽ ഉണ്ടാവുമോ? ഷോർട്ട് ഓഫ് റെഫ്രിജറന്റ് ആയി ഉണ്ടാവുമോ? ഇവിടെ PSC ആൻസർക്ക് പ്രകാരം ഓൾ ഓഫ് ദീസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എനിക്കിതിനെ പറ്റി പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. Question 18. Which of the following is true with respect to air tight insulation applied in cold storage? Cold storageൽ നമ്മൾ എയർ ടൈറ്റ് ഇൻസുലേഷൻ കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ദി ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് എ, joints between the insulation boards should not be filled with the vapor barrier solution. നമ്മൾ ഫില്ല് ചെയ്യണമല്ലേ, കാരണം എന്താ, അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ എന്ത് ചെയ്യും, ആ വേപ്പറൊക്കെ മോയ്സ്ചറും വേപ്പറൊക്കെ എന്ത് ചെയ്യും, അകത്ത് കടക്കും. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ദി ഇൻസുലേഷൻ മെറ്റീരിയൽ മസ്റ്റ് ബി ഫയർ പ്രൂഫ് അല്ലേ, അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഫയർ പ്രൂഫ് മെറ്റീരിയൽ കൊണ്ടായിരിക്കണം മാക്സിമം നമ്മൾ ഇൻസുലേഷൻ ഡക്റ്റിങ്ങും അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്. നമുക്ക് നോക്കി നോക്കാം. ഓപ്ഷൻ സി, ദി ഇൻസുലേഷൻ മെറ്റീരിയൽ മസ്റ്റ് ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിലോട്ട് പോണ ടെമ്പറേച്ചറും അതിന്ന് പുറത്തോട്ട് ഹീറ്റ് പോവും. അതുപോലെ തന്നെ പുറത്ത് നല്ല ചൂടാണെങ്കിൽ എന്ത് ചെയ്യും, അകത്തോട്ടും ഹീറ്റ് വരും. അപ്പൊ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഒരു ബാഡ് ചോയ്സ് ആണ്. അപ്പൊ അത് തെറ്റാണ്. ഡി, ദി ഇൻസുലേഷൻ മെറ്റീരിയൽ മസ്റ്റ് അലോ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻടു ഇറ്റ്. വെള്ളം അതിലേക്ക് അബ്സോർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ്. ദി ഇൻസുലേഷൻ മെറ്റീരിയൽ മസ്റ്റ് ബി ഫയർ പ്രൂഫ് ആയിരിക്കണം നമ്മുടെ ഇൻസുലേഷൻ മെറ്റീരിയൽ. 81ാമത്തെ ചോദ്യം. Which of the following is true for a basic compression refrigeration system for cold storage applications? Cold storage application ഉള്ള ബേസിക് കംപ്രസർ റെഫ്രിജറേഷനിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? അത് ഓപ്ഷൻ എ, കിങ് വാൽവ് ഈസ് പമ്പിംഗ് ഡൗൺ ദി സിസ്റ്റം. നമ്മൾ കിങ് വാൽവ് ഉപയോഗിക്കുന്നത് പമ്പിംഗ് ഡൗൺ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ശരിയാണ്. ഓപ്ഷൻ ബി, പേർജ് വാൽവ് ഈസ് ഫോർ റെഫ്രിജറന്റ് ചാർജിങ്. നമുക്ക് പർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എയറും മോയ്സ്ചറും റിമൂവ് ചെയ്യലല്ലേ, അപ്പൊ അതിന് ഏത് ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ സി, ഇവാപ്പറേറ്റർ ഈസ് ഫോർ ആഡിങ് ഹീറ്റ് ഇൻ ടു ദി മീഡിയം ടു ബി കൂൾഡ് ഇൻ ദി ഐസ് സ്റ്റോറേജ്. അല്ല, ഇവാപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ട് ഹീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പൊ നൺ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ എന്താണ്? എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 82. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ യൂസിംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് പെർട്ടൈനിങ് ടു ദി അനാലിസിസ് ഓഫ് സൈക്കോമെട്രിക് ചാർട്ട് ടുവേർഡ്സ് ദി റൈറ്റ് സെലക്ഷൻ. റൈറ്റ് ഡയറക്ഷൻ, ടുവേർഡ്സ് ദി റൈറ്റ് ഡയറക്ഷൻ. കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പ്ലോട്ട് ആർ ഹപ്പിൽ ഹൗസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സൈക്കോമെട്രിക് ചാർട്ട് വരക്കുക. സൈക്കോമെട്രിക് ചാർട്ട് വരച്ചിട്ട് കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനത്തെ ലൈൻ അല്ലേ. 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് ഈ കാണുന്നത്. 80% ഇങ്ങനെ, 90 ഇങ്ങനെ അല്ലെ, അങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക. അപ്പോ അപ് ഹിൽ കർവാണ്. കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവ്സ് അപ് ഹിൽ കർവാണ് അല്ലെ, ശരി തന്നെയല്ലേ അല്ലെ. അപ് ഹിൽ കർവാണ്, ഇത് അപ് ഹില്ലാണ്. ഇതിങ്ങനെ മുകൾക്ക് പോകുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ മുകൾക്ക് പോകുന്നുണ്ട്. ഞാൻ വരച്ചപ്പോൾ മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അപ് ഹിൽ കർവാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ആർ ഡൗൺ ഹിൽ സ്ട്രേറ്റ്. അതും ശരിയാട്ടോ. കോൺസ്റ്റന്റ് WBT ലൈൻസും ഡൗൺ ഹിൽ സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 83, ഫോർ എയർ വിത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് 80%. 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എയറിന്റെ കേസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണോ?
the dew point temperature is less than wettable temperature. No, the dew point temperature and dry bulb equal അല്ല അല്ലെ, ഈക്വൽ ആണെങ്കിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഒക്കെ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% അതായത് സാച്ചുറേഷൻ കണ്ടീഷൻ വരണം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇനി ഫസ്റ്റ് ഓപ്ഷൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് DBT is less than wet bulb temperature. അതുപോലെ തന്നെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ പറഞ്ഞാൽ എന്താ, ഡ്യൂ ഫോം ചെയ്യണല്ലേ. ഡ്യൂ ഫോം ചെയ്യുന്നത് വെറ്റ് ബൾബിനെക്കാട്ടിലും എന്ത് ചെയ്യണം, ഡ്യൂ എപ്പോഴാ ഫോം ചെയ്യാം, ഫസ്റ്റ് ഡ്യൂ ഫോം ചെയ്യുന്ന എപ്പോഴാ അല്ലേ, ഇതല്ലേ കറക്റ്റ്. കാരണം ഡ്യൂ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യണം, ഒന്നുകൂടി കുറയണം അല്ലേ. അങ്ങനെ അപ്പൊ ടെമ്പറേച്ചർ ഒന്നുകൂടി താന്നാലേ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഡ്യൂ ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഓപ്ഷൻ എ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വാട്ടറിന്റെ ആ വിക്ക്, ആ തുണി കൊണ്ട് ഉണ്ടാക്കിയ ടെമ്പറേച്ചർ, അതെന്തായാലും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനേക്കാൾ ചെറുതായിട്ടും വരിക. അപ്പൊ ഇത് നേരെ ഉൾട്ടയാണ് വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. 84. If a mass of moist air contained in a closed metallic vessel is heated, നമ്മുടെ ഒരു ക്ലോസ്ഡ് മെറ്റാലിക് വെസലിൽ കുറച്ച് മോയ്സ്റ്റ് എയർ ഉണ്ട്, അതിനെ ഹീറ്റ് ചെയ്തു, അതിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയുകയാണോ ചെയ്യുക, കൂടുകയാണോ ചെയ്യുക, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യണോ ചെയ്യുക, അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 85. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ റിഗാർഡിംഗ് സെൻസിബിൾ കൂളിംഗ്. സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് വരയ്ക്കുക. സെൻസിബിൾ ഹീറ്റിംഗ് കൂളിംഗ് ഒക്കെ ഇങ്ങനത്തെ വരല്ലേ. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസസ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഡിക്രീസസ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസസ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഡിക്രീസസ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസസ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസസ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസസ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്താണ്, അത് റിമൈൻസ് കോൺസ്റ്റന്റ് ആവും കേട്ടോ. അപ്പൊ ഈ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും എന്താ ചെയ്യുക, സെൻസിബിൾ കൂളിംഗിന്റെ ടൈമിൽ കൂളിംഗ് അല്ലേ, അപ്പൊ ഒരിക്കലും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ കൂടത്തില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ ഇത് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ കണ്ടോ, ഇത് തെറ്റാണ്. കൂളിംഗ് ആയതുകൊണ്ട് തന്നെ രണ്ട് ടെമ്പറേച്ചർ എന്താ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കുറയുക ചെയ്യുക, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും കുറയുക ചെയ്യുക. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്താണ്, അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്തുന്ന വരെ എന്തായിരിക്കും, ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. 86 ലാസ്റ്റ് ഓപ്ഷൻ കൂടി വേണമെങ്കിൽ നോക്കാം. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിഗ്രീസ് ആണ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഡിഗ്രീസ് ആണ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ 86, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിംഗ് ഫാൻ കോയിൽ യൂണിറ്റ് ഇൻ എ സെൻട്രൽ AC പ്ലാന്റ്. സെൻട്രൽ AC പ്ലാന്റിൽ ഫാൻ കോയിൽ യൂണിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ, ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, അത് ഗുണമായിട്ട് വരത്തില്ല. ആൾവേസ് ഈസിലി ഇന്റഗ്രേറ്റഡ് വിത്ത് എക്സിസ്റ്റിംഗ് ഡക്ട് വർക്ക്. ഇല്ല, ഫാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡക്ട് വർക്ക് ഒക്കെ എന്ത് ചെയ്യണം, മാറ്റണം. അബിലിറ്റി ടു പ്രൊവൈഡ് സോൺ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്, അതെ അതൊരു കറക്റ്റ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 87, വിച്ച് ടൈപ്പ് ഓഫ് ഫാൻ ഈസ് യൂസ്ഡ് ഇൻ സെൻട്രൽ AC സിസ്റ്റം ഹാസ് ദി എയർ എന്ററിംഗ് ദി ഇംപെല്ലർ ആക്സിയലി ആൻഡ് ടേൺ 90 ഡിഗ്രി ആൻഡ് ഗെറ്റ്സ് ഡിസ്ചാർജ്ഡ് ത്രൂ ദി കേസിംഗ്. നമുക്കറിയാലോ, സെൻട്രിഫ്യൂഗൽ ഫാൻ ആണ്, അങ്ങനെ ആക്സിയലായിട്ട് കയറിയിട്ട് 90 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തിട്ട് കേസിംഗിലൂടെ പോണത്. 88, which of the following statement is not true about the operation of a compound in a central air conditioning. അപ്പോൾ നോട്ട് ട്രൂ എന്നാട്ടോ. ദി എക്സ്പാൻഷൻ വാൽവ് reduces the pressure and temperature of the refrigerant, enabling better heat absorption into the condenser coil. The condenser coil releases absorbed heat to the outward air, causing the refrigerant to condense back to it. Option B correct ആണ്. The compressor increases the pressure and temperature of the അതെ കംപ്രസർ എന്തായാലും ടെമ്പറേച്ചറും പ്രഷറും കൂടുക ചെയ്യും. ഓപ്ഷൻ ഡി, the evaporator coil absorbs heat from indoor air causing the refrigerant inside to evaporate. അപ്പോൾ ഓപ്ഷൻ ഡിയും കറക്റ്റ്. അപ്പൊ ഏതാ തെറ്റ്, മാത്രമേ ഏതാള് എ ആണ് റോങ് ആയിട്ടുള്ളത്. ഇവാപ്പറേറ്ററിന്റെ കംപ്രസറിന്റെ കണ്ടൻസറിന്റെ ബേസിക് ഫംഗ്ഷൻ ആണ് ബാക്കി മൂന്ന് ഓപ്ഷനിൽ പറയുന്നത്. 89, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പെർഫോമൻസ് ഓഫ് ആൻ എയർ കൂൾഡ് കണ്ടൻസർ ഇൻ എ പാക്കേജ് AC. പാക്കേജ് ACയിൽ നമ്മുടെ എയർ കൂൾഡ് കണ്ടൻസറിന്റെ പെർഫോമൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ആംബിയന്റ് എയർ ടെമ്പറേച്ചർ അറൌണ്ട് ദി കണ്ടൻസിംഗ് യൂണിറ്റ്, ക്ലീൻനെസ് ഓഫ് ദി കണ്ടൻസിംഗ് കോയിൽ, ടൈപ്പ് ഓഫ് ഓപ്ഷൻ യൂസ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പെർഫോമൻസ്. പെർഫോമൻസ്, അത് പെർഫോമൻസ് എപ്പോഴാണ് കൂടുക കുറയാന്നൊക്കെ, അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാ. നമ്മുടെ പാക്കേജ് എ സിയിലെ കണ്ടൻസറിന്റെ കൂളിംഗ് എയർ കൂൾഡ് കണ്ടൻസർ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള എയർ ആണ് അവിടെ കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ പെർഫോമൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആംബിയന്റ് എയർ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ കണ്ടൻസേഷൻ കുറയും, കുറവാണെങ്കിൽ എന്ത് ചെയ്യും? കണ്ടൻസേഷൻ കൂടും. അപ്പൊ ഇതൊരു ഡിപ്പെൻഡിങ് ഫാക്ടർ ആണ്. ക്ലീൻനെസ് ഓഫ് കണ്ടൻസർ കോയിൽ ക്ലീൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ ഹീറ്റ് എക്സ്ചേഞ്ച് കൂടുതലാവും. പിന്നെ ടൈപ്പ് ഓഫ് റെഫ്രിജറന്റ് യൂസ് ഇൻ സിസ്റ്റം, അതെ അതും. അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. 90. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് VRF വിത്ത് റെസ്പെക്ട് ടു റെഫ്രിജറേഷൻ AC? ACയിലെ റെഫ്രിജറന്റിന്റെ ഫീൽഡിൽ VRF എന്ന് പറയുന്ന അബ്രിവേഷൻ സൂചിപ്പിക്കുന്നത് എന്താണ്? വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ ആണോ? വെലോസിറ്റി റേഡിയേറ്റർ, ഇതല്ല. വെലോസിറ്റി റേഡിയേറ്റർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നില്ല. വോളിയം റെഫ്രിജറന്റ് ഫ്ലോ പഠിക്കുന്നില്ല. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ കേട്ടോ. വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ ആണ്. 91. വിച്ച് ടൈപ്പ് ഓഫ് ഡക്ട് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റെസിഡൻഷ്യൽ AC സിസ്റ്റം ഡ്യൂ ടു ഇറ്റ്സ് ഈസി ഇൻ ഇൻസ്റ്റാളേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി? ഫ്ലെക്സിബിൾ ആണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസി ആണ്. അങ്ങനത്തെ ഡക്ട് മെറ്റീരിയൽ ഏതാ? നമുക്കറിയാലേ, ഫ്ലെക്സിബിൾ ഡക്ട് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനെല്ലാം ഈസിയാണ്. 92. വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഡക്ട് ഇൻ എ റെസിഡൻഷ്യൽ എയർ കണ്ടീഷൻ സിസ്റ്റം? നമ്മുടെ റെസിഡൻഷ്യൽ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഡക്റ്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് കണ്ടീഷന്റെ എയർ ത്രൂ ഔട്ട് ദി ഹൗസ്, അല്ലെ? നമ്മുടെ കണ്ടീഷന്റെ എയർ എന്ത് ചെയ്യാണ്? വീട്ടിലുടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ കേട്ടോ. ടു പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഫോർ ദി ബിൽഡിംഗ്, അങ്ങനത്തെ വലിയ കാര്യമൊന്നും ഡക്ട് ചെയ്യുന്നില്ല. ടു ജനറേറ്റ് ഹീറ്റ് ഓഫ് ദി ഹീറ്റിംഗ് സിസ്റ്റം, ടു ഫിൽട്ടർ ഓഫ് ദി ഡസ്റ്റ് ആൻഡ് പൊല്യൂട്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. 93. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ഇൻ ഡക്ട് ഡിസൈൻ ഫോർ എ സെൻട്രലൈസ്ഡ് AC സിസ്റ്റം? സെൻട്രലൈസ്ഡ് ACയിൽ ഡക്ട് ഡിസൈനിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഡക്ട് സൈസ് ആൻഡ് ഷേപ്പ് ടു മിനിമൈസ് പ്രഷർ ലോസ്, അതെ നമ്മൾ കൺസിഡർ ചെയ്യണം. തെർമൽ ഇൻസുലേഷൻ ടു പ്രിവെന്റ് ഹീറ്റ് ഗെയിൻസ്, അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഹീറ്റ് ഗെയിനും ഹീറ്റ് ലോസും ഉണ്ടാകാതിരിക്കാനുള്ള തെർമൽ ഇൻസുലേഷനും വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എയർ വെലോസിറ്റി ടു എൻഷുർ പ്രോപ്പർ എയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിമൈസ് നോയ്സ്, ഇതും ആവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എപ്പോൾ സെൻട്രൽ ACയിൽ ഡക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ. 94. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ യൂസിങ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദി ഇൻസുലേഷൻ ഓഫ് ഡക്ട് ഇൻ ദി AC സിസ്റ്റം. നമ്മൾ AC സിസ്റ്റത്തിൽ ഡക്ട് ഇൻസുലേഷൻ ചെയ്യുമ്പോൾ ഉള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഒന്നാം സ്റ്റേറ്റ്മെന്റ്, ഇൻസുലേഷൻ പ്രിവെന്റ് കണ്ടൻസേഷൻ ഇൻ ഡക്ട് ആൻഡ് മിനിമൈസ് നോയ്സ് ഫ്രം ദി എയർ മൂവ്മെന്റ്. എന്താ? ശരിയാണല്ലേ? ശരിയാണ്. ഇൻസുലേറ്റഡ് ഡക്ട് റെഡ്യൂസ് ഹീറ്റ് ഗെയിൻ, ഹീറ്റ് ലോസ് ആൻഡ് ദെയർബൈ ഇംപ്രൂവ് എനർജി എഫിഷ്യൻസി, അതും ശരിയാണ്. അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കുക. 95. വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എയർ ഫിൽറ്റേഴ്സ് ഇൻ മൊബൈൽ AC? മൊബൈൽ ACയിൽ എയർ ഫിൽറ്ററിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ എന്താ? ടു റിമൂവ് ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾ ഫ്രം ദി എയർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ടു കൂൾ ദി എയർ ഇല്ല, ടു ഇൻക്രീസ് ദി എയർ പ്രഷർ ഇല്ല, ടു റെഡ്യൂസ് ഹ്യൂമിഡിറ്റി ഇല്ല. 96. വിച്ച് ടൈപ്പ് ഓഫ് എയർ ഫിൽറ്റർ ഈസ് യൂസ്ഡ് ഇൻ എ റെസിഡൻഷ്യൽ കാർ കണ്ടീഷനിംഗ് സിസ്റ്റം is comparatively having the highest efficiency in capturing fine particles including bacteria, virus. ബാക്ടീരിയ, വൈറസ് മുതലായ ചെറിയ പാർട്ടിക്കിളിനെ പോലും ക്യാപ്ചർ ചെയ്തിട്ട് ഭയങ്കര എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന എയർ ഫിൽറ്റർ ഏതാണെന്ന് ചോദിക്കുന്നത്. ഫൈബർ ഗ്ലാസ് ആണോ? പ്ലേറ്റിനാണോ? ഹെപ്പ ആണോ? ഹെപ്പ ആണ് അല്ലേ? ഹെപ്പയുടെ ഫുൾ ഫോം നമുക്കറിയാം അല്ലേ? ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റർ ആണ്. 97. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ടിപ്പിക്കൽ പാർട്ട് of the servicing routine for air filters in the commercial AC system? കൊമേഴ്ഷ്യൽ ACയിൽ എയർ ഫിൽറ്ററിന്റെ സർവീസിംഗ് റൊട്ടീനിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നാ. ഓപ്ഷൻ എ, ഇൻസ്പെക്ടിംഗ് ദി ഫിൽറ്റർ ഫോർ ഫിസിക്കൽ ഡാമേജ് ഓർ വിയർ, അത് നമ്മൾ അങ്ങനെ നോക്കത്തില്ല. ഇൻസ്പെക്ടിംഗ് ഫിൽറ്റർ ഫോർ ഫിസിക്കൽ ഡാമേജ് ആൻഡ് വിയർ, അത് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ക്ലീനിങ് നോക്കും. അതുപോലെ തന്നെ അതിന്റെ പാർട്ടുകൾ അടിഞ്ഞിട്ടുണ്ടോ നോക്കും. അതെല്ലാം നോക്കും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. സോറി. ഓപ്ഷൻ ബി, റീപ്ലേസിംഗ് ഓർ ക്ലീനിങ് നമ്മൾ ചെയ്യും. റെക്കമെൻഡ് ഇന്റർവെൽ നമ്മൾ ക്ലീനിങ് ചെയ്യും. അക്കോർഡിംഗ് സർവീസ് ഡേറ്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദി ഫിൽറ്റർ, ഇത് നമുക്ക് ചെറിയ ഡൗട്ട് ആയിട്ട് തോന്നും, പക്ഷെ അതും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഇങ്ങനത്തെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒരു വട്ടം കൂടി വായിച്ചു നോക്കുക കേട്ടോ. പെട്ടെന്ന് ഹറി ആയിട്ട് ഒരിക്കലും കറപ്പിക്കാതിരിക്കുക. വിച്ച് ഈസ് ദി ഇലക്ട്രിക് സർക്യൂട്ടറി കമ്പൗണ്ട് യൂസ്ഡ് ടു സെൻസ് ദി ടെമ്പറേച്ചർ ഓഫ് എയർ കമ്മിങ് ഓഫ് ഇവാപ്പറേറ്റർ കോയിൽ ഏരിയ കാർ AC. കാർ ACയിൽ ഇവാപ്പറേറ്റർ ഏരിയയിൽ നിന്ന് വരുന്നുള്ള
ആ എയറിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക? തെർമിസ്റ്റർ ആണോ, ആംപ്ലിഫയർ ആണോ, റിലേ ആണോ, ക്ലച്ച് കോയിൽ ആണോ? നമുക്ക് അറിയാലോ, തെർമിസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിനനുസരിച്ചുള്ള സിഗ്നൽ നമുക്ക് കിട്ടത്തുള്ളൂ. 99 ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ യൂസിങ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇൻ ഓട്ടോമൊബൈൽ AC വിത്ത് R130 for a refrigerant serpentine type evaporator has higher performance than plate and fin evaporator. ഇതിന് എഫിഷ്യൻസി ഇച്ചിരി കുറവാട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഏതാണ്? തെറ്റാണ്, റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എ കംപ്രസർ ക്ലച്ച് ഫെസിലിറ്റേറ്റ്, നമുക്കറിയാം മാഗ്നറ്റിക് ക്ലച്ച് അറിയാലേ, ടോർക്ക് ട്രാൻസ്ഫർ ഫ്രം എഞ്ചിൻ ഫ്രണ്ട് ആൻഡ് ആക്സലറേറ്റ് ടു ഡ്രൈവ് ദി കംപ്രസർ റൊട്ടേഷൻ അസംബ്ലി ഓഫ് എൻ ഓട്ടോമൊബൈൽ AC. അതെ, ഓട്ടോമൊബൈൽ ACയിലെ കംപ്രസർ എങ്ങനെയാണ് വർക്ക് ചെയ്യാം? ഈ മാഗ്നറ്റിക് ക്ലച്ച് മുഖേനയാണ് വർക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് കറക്റ്റ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആപ്ലിക്കബിൾ ടു റൂഫ് മൗണ്ടഡ് പാക്കേജ് യൂണിറ്റ് യൂസ് ഇൻ AC കോച്ച്? റെയിൽവേയിലെ RMPU യൂണിറ്റ്, റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള പാക്കേജ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ACയിൽ ഏത് തന്നിരിക്കുന്നതിൽ ഏതാണ് അപ്ലിക്കബിൾ എന്ന് 4 ഇത് തന്നിട്ടുണ്ട്. 3 തന്നിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് വെയിറ്റ് ആണോ, ഹെർമെറ്റിക്കലി സീൽഡ് ആണോ, നോ ചാൻസ് ഓഫ് ഡാമേജ് ഇൻ ടു ഫ്ലാഷ് ഫെഡ് ആണ്. മുകളിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്താ, ഫ്ലാഷ് ഫെഡിൽ പെടില്ല. പിന്നെ അത് ഹെർമെറ്റിക്കലി സീൽഡ് ടൈപ്പ് ആണ്, മാത്രമല്ല ലൈറ്റിന് വെയിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോൺ ആണ്. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. റെയിൽവേയിൽ RMPU യൂണിറ്റിൽ ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ്സ്മാൻ്റെ ഒക്കെ സിലബസിനോട് സെയിം ആണ്. അപ്പോൾ അത്യാവശ്യം ട്രൈ ചെയ്യാം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിലുണ്ട്. ഈ മാസത്തിൽ 1-2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും ലിങ്ക് കമന്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.